നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റർ ഓവർലോഡിങ് ഇൻ പൈത്തൺ ആണ്. ഓപ്പറേറ്ററിനെ ഓവർലോഡ് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള അതിൻ്റെ മീനിങ്ങിനെ നമ്മൾ മാറ്റി കുറച്ചുകൂടി എക്സ്റ്റെൻഡഡ് മീനിങ് കൊടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ, സാധാരണയായിട്ട് നമ്മൾ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. പൈത്തണിൽ അത് രണ്ട് സ്ട്രിങ്ങുകളെ ജോയിൻ ചെയ്ത് കോൺകാറ്റിനേറ്റ് ചെയ്ത് ഒന്നാക്കാൻ ഉപയോഗിക്കാം. അപ്പം നമ്മൾ പറയും പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ ഓവർലോഡ് ചെയ്തു എന്ന് പറയും. അല്ലെങ്കിൽ രണ്ട് ലിസ്റ്റുകൾ തന്നാൽ അവ തമ്മിൽ മേർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും പ്ലസ് ഓപ്പറേറ്ററിനെ ഓവർലോഡ് ചെയ്തു എന്ന് പറയാം. ഇനി നമുക്ക് ഈ പൈത്തണിൽ നമുക്ക് വേണേൽ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് ഓപ്പറേറ്റർ നമുക്ക് ഓവർലോഡഡ് മീനിങ് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് പൈത്തണിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഈ ഓവർലോഡിങ് അഡീഷണൽ ഫങ്ഷൻസ് ആ ഓപ്പറേറ്ററിന് എങ്ങനെ കൊടുക്കും എന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മളെ സഹായിക്കുന്നത് ഒരു മാജിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ കയറി നമ്മളത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫംഗ്ഷനാലിറ്റിയെ നമുക്ക് ഓവർറൈഡ് ചെയ്യാൻ പറ്റും, ഓവർലോഡ് ചെയ്യാൻ പറ്റും. ഉദാഹരണമായിട്ട് നമ്മൾ പ്ലസ് ഓപ്പറേറ്ററിന് നമുക്ക് ഓവർലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറൊരു മീനിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ __add __add എന്നുള്ള മെത്തേഡിന് അവിടെ നമ്മൾ മാറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്കിവിടെ നോക്കാം. പോയിന്റ് P1 എന്ന് പറയുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അതിനകത്ത് രണ്ട് പാരാമീറ്റേഴ്സ് 1ഉം 2ഉം. P2 എന്ന് പറയുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 2ഉം 3ഉം. അപ്പം നമ്മൾ ഈ പോയിന്റിന് ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് ഇനിഷ്യലൈസ് ചെയ്തിട്ട് നമ്മൾ എക്സിനും വൈ രണ്ട് വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും. അതിൻ്റെ രണ്ട് വാല്യൂസ് 0 ആക്കി കൊടുത്തു. ഓക്കെ, എന്നിട്ട് എക്സിൽ എന്താണോ വാല്യൂ വരുന്നത് അത് എക്സിൽ കൊടുത്തു, വൈ വരുന്ന വാല്യൂ വൈ കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആഡ് എന്ന് പറയുന്ന, അപ്പോൾ പ്ലസ് ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ഈ ആഡ് ആയിരിക്കും ഇൻവോക്ക് ചെയ്യുന്നത്. അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ സെൽഫ് ഒബ്ജക്റ്റിലുള്ള എക്സും രണ്ടാമത് വരുന്ന ഒബ്ജക്റ്റിലെ എക്സും കൂടി തമ്മിൽ ആഡ് ചെയ്തിട്ട് എക്സിൽ റിസൾട്ട് സ്റ്റോർ ചെയ്യും. സെൽഫിലെ വൈയും രണ്ടാമത് വരുന്ന ഒബ്ജക്റ്റിലെ വൈയും തമ്മിൽ ആഡ് ചെയ്ത് റിസൾട്ട് വൈ ചെയ്യും. എന്നിട്ട് ഈ എക്സും വൈയും ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ ഈ P1 എന്ന് പറയുന്ന പോയിന്റിനെയും P2 എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഒബ്ജക്റ്റുകളാണല്ലോ, ഈ പോയിന്റിൻ്റെ ഒബ്ജക്റ്റാണ് P1, ഈ പോയിന്റ് ഒബ്ജക്റ്റ് ആണ് P2. ഇവ തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് P1 + P2 എന്ന് കോൾ ചെയ്യുമ്പോൾ ഈ പ്ലസ് ഓപ്പറേറ്റർ ഓട്ടോമാറ്റിക്കലി ഈ ആഡ് എന്ന് പറയുന്ന ഈ മാജിക് ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുകയും ഈ എക്സ് വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യപ്പെടുകയും വൈ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്തിട്ട് റിസൾട്ട് P3-യിലുണ്ടാവും. അപ്പം നമ്മൾ P3.xും P3.yയും കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് 3, 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഓവർലോഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ലെസ് ദാൻ എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ ഓവർലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇപ്പം ഒരു പേഴ്സൺ എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്. അത് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇനിറ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ___ ഇനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്, ഇനിഷ്യലൈസേഷൻ ഫംഗ്ഷനാണ്. അപ്പം നെയിമും ഏജും ഇവിടെ ഇനിഷ്യലൈസ്ഡ് ആയി. ഇനി ഞാൻ ലെസ് ദാൻ ഓപ്പറേറ്ററിനെ ഓവർലോഡ് ചെയ്യണമെങ്കിൽ __LT ഇട്ട് സെൽഫും അതർലി ഏജുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് self.age ലെസ് ദാൻ other.age ആണെങ്കിൽ ഇവിടുത്തെ റിട്ടേൺ വാല്യൂ ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ റിട്ടേൺ വാല്യൂ ഫോൾസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ക്ലാസ് പേഴ്സൺ പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു P1, പിന്നെ പേഴ്സൻ്റെ തന്നെ വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു P2. ഒരെണ്ണത്തിൽ നെയിം ആലീസും ഏജ് 20 പാസ് ചെയ്തു, അടുത്തതിൽ ബോബും 30 പാസ് ചെയ്തു. അപ്പം നമ്മൾ P1 ലെസ് ദാൻ P2 എന്ന് വെച്ചാൽ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള വാല്യൂ, ഏജ് വാല്യൂ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇപ്പോൾ ലെസ് ദാൻ എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ ഓവർലോഡ് ചെയ്തു. കാരണം നോർമലി ലെസ് ദാൻ ഓപ്പറേറ്റർ രണ്ട് നമ്പേഴ്സിന് തമ്മിൽ ലെസ് ആണോ ഗ്രേറ്റർ ആണോ എന്ന് നോക്കത്തുള്ളൂ. ഇവിടെ രണ്ട് ഒബ്ജക്റ്റുകളുടെ കമ്പാരിസണിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചു. ഇങ്ങനെ നമുക്ക് പൈത്തണിൽ ഈ ഒരുവിധപ്പെട്ട എല്ലാ ഓപ്പറേറ്റേഴ്സിനെയും ഓവർലോഡ് ചെയ്യാൻ പറ്റും. അപ്പം പ്ലസിനെ നമുക്ക് ഓവർലോഡ് ചെയ്യണമെങ്കിൽ ആഡ് ഫംഗ്ഷൻ മാറ്റിയാൽ മതി, മൈനസിനെ സബ്, മൾട്ടിപ്ലിക്കേഷന് മൾ ഫംഗ്ഷൻ ഓവർറൈഡ് ചെയ്താൽ മതി, പവർ ഓപ്പറേറ്റർ, അങ്ങനെ നമുക്ക് ഒരുവിധം എല്ലാ ഫംഗ്ഷൻസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓവർലോഡ് ചെയ്യാൻ പറ്റും. താങ്ക്